അങ്ങനെ റമദാന് നമ്മളിലേക്ക് കടന്നു വരികയാണ്. വെറും വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രം ബാക്കി. അപ്പൊ നമ്മൾ എല്ലാവരും ഒരുങ്ങണ്ടേ? നമുക്ക് എങ്ങനെ ഒരുങ്ങാതിരിക്കല്ലേ? റമദാന്റെ പറയേണ്ട ആവശ്യമില്ല. എന്നെങ്കിൽ നിങ്ങൾക്കൊരു കൂടുതൽ ഒരുക്കങ്ങൾ ഒരുങ്ങാനും മനസ്സൊന്ന് വിശാലമാക്കി നല്ല ക്ലീനായി, പള്ളിയെല്ലാം ക്ലീൻ ചെയ്യുന്ന പോലെ നമ്മുടെ മനസ്സൊക്കെ ക്ലീൻ ചെയ്ത് റമദാനിലേക്ക് നമുക്ക് എത്തിപ്പെടണ്ടേ? അള്ളാഹു എത്തിക്കട്ടെ. അള്ളാഹു റമദാനിൽ നമ്മൾക്ക് തരട്ടെ. കാരണം റമദാനിന്റെ പ്രത്യേകത അത് അതിന്റെ മഹത്വം പറഞ്ഞാൽ നിങ്ങൾക്കത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ചെറിയൊരു സംഭവം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് അവിടെ അനുചരന്മാരിൽ ഒരാൾ മരണപ്പെട്ട് അദ്ദേഹത്തിന് മരണം കഴിഞ്ഞ ശേഷം അദ്ദേഹത്തിന്റെ അനിയൻ 1 വർഷം കഴിഞ്ഞ് മരണപ്പെട്ടു. അപ്പൊ ആൾക്കെല്ലാം ചർച്ച ചെയ്തു. ആദ്യം മരിച്ച ആ മനുഷ്യർ നല്ല സ്വാലിഹായ ഒരു മനുഷ്യൻ, കൂടുതൽ ഇബാദത്ത് ചെയ്യുന്ന മനുഷ്യനാണ്. അദ്ദേഹം ത്തിൽ ഉന്നത അല്ലെങ്കിൽ നാളെ നല്ല പദവി ആൾക്ക് ലഭിക്കുമെന്ന് ചർച്ച ചെയ്യപ്പെട്ട റസൂലുള്ളാഹിയെ വിളിപ്പിച്ചു. എന്നിട്ട് ചോദിച്ചു, അദ്ദേഹത്തിന്റെ അനിയൻ 1 വർഷം കഴിഞ്ഞല്ലേ മരിച്ചു? അതേ എന്ന് പറഞ്ഞു. ആ 1 വർഷത്തിനിടയിൽ അയാൾക്ക് ഒരു റമദാൻ കിട്ടിയിട്ടില്ലേ എന്ന് ചോദിച്ചു. അതേ റസൂൽ എന്ന് പറഞ്ഞു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ആ ജ്യേഷ്ഠനേക്കാൾ കൂടുതൽ ആ അനിയനാണ് നാളെ അള്ളാഹുവിന്റെ അടുക്കൽ സ്വർഗത്തിൽ പദവികൾ കൂടുതൽ ലഭിക്കുക. കാരണം എന്ന് വെച്ചാൽ ഒരു റമദാൻ ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് ആകാശം ഭൂമിന്റെ അത്രയും വ്യത്യാസമുണ്ട്. അത്ര അമലുകൾ അവന് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അപ്പോൾ ഒരു റമദാന് ഒരു മനുഷ്യന് കിട്ടുക എന്നുള്ളത് നമ്മളുടെ 83 വർഷം ഇബാദത്ത് ചെയ്ത പ്രതിഫലം ഈ അവസാനത്തെ ലൈലത്തുൽ ഖദർ രാത്രിയിൽ വരുന്നുണ്ട്. ഓരോ നിസ്കാരത്തിന് 27 ഇരട്ടി പ്രതിഫലം. അങ്ങനെ എത്ര സൽക്കർമ്മങ്ങൾ വാരിക്കിട്ടും. നമ്മൾ ആദ്യ റമദാന്റെ ഒരു ദിവസം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു ശുക്രിന്റെ സുജൂദാണ്. തറാവീന്ന് നാളെ മാസം കണ്ടു തറാവി തുടങ്ങിയിട്ട് ഉടനെ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ശുക്രിന്റെ സുജൂദ്. അള്ളാഹുവേ, എത്ര ആള് മരണപ്പെട്ടു, എനിക്കിപ്പോൾ 35 വർഷം 36ാമത്തെ വർഷമാണ് റമദാനിലേക്ക് ഞാൻ എത്തിപ്പെടുന്നത്. ഇനിയും റമദാനിലെ 30 നോമ്പ് നോക്കാനും ലൈലത്തുൽ ഖദർ എല്ലാ രാത്രിയിലും പ്രാർത്ഥിക്കും. ഇന്ന് കാണുന്നവരെ നാളെ കാണുന്നില്ല. അള്ളാഹ് എന്തായാലും ഹൈറ് ചെയ്യാൻ എന്തായാലും അള്ളാഹു തൗഫീക്ക് ദുആ ചെയ്താൽ എന്തായാലും തന്നിരിക്കും. ദുനിയാവിന്റെ കാര്യം പോലെയല്ല, അത് പരലോകത്തിൽ ഏറ്റവും ഗുണമുള്ളതായത് അള്ളാഹു നമ്മൾക്ക് തന്നിരിക്കും. അപ്പൊ അപ്പോഴും പ്രാർത്ഥിക്കണം. എന്ന് പ്രാർത്ഥിച്ചിട്ട് എന്താ ഓരോ വിഭാഗത്തിന് ഇപ്പൊ IPL T20 അതെല്ലാം മാറ്റി വെച്ചിട്ട് ഈ കളി വരുന്നതൊക്കെ ഈ തറാവീന്റെ ഒക്കെ സമയമാകുമ്പോൾ അപ്പോൾ പള്ളിക്ക് പോവാതിരിക്കുക. ജമാഅത്ത് തുടങ്ങി 2 റക്അത്ത് കഴിഞ്ഞ് അല്ല, ആദ്യം മുതൽ തന്നെ പള്ളിയിലെത്തിക്കോ. ആ പള്ളിയിലിരുന്ന് ഖുർആൻ ഓതാൻ ഒരു മിനിമം 3 ഖത്തം ഖുർആൻ ഓതാൻ ഇപ്പോഴേ പ്ലാൻ ചെയ്താലേ നമ്മൾക്ക് ഇല്ല റമദാനെ പിടിച്ചാൽ കിട്ടൂല. പിന്നെ തീർന്നെറിഞ്ഞിട്ട് ബേജാറാവും. ആദ്യം തന്നെ പ്ലാനിങ് ചെയ്യാം. 3 ഖത്തം ഒരു ദിവസം 3 ജുസ് ഓതാ. ഇനി തീരെ ഖുർആൻ വായിക്കാൻ അറിയാത്തവർ ഒരു ജുസ് എങ്കിലും ഓതി ഒരു ഖത്തം തീർക്കണം. ഇല്ലെങ്കിൽ ഖുർആന്റെ ശാപം നമ്മൾ കിട്ടും. അതല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മിമ്പറിൽ റമദാനിൽ 3 പ്രാവശ്യം ആമീൻ 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 എന്ന് പറഞ്ഞപ്പോൾ അവിടെയുള്ള ആൾക്കാരൊക്കെ റസൂലുള്ളാഹിനോട് ചോദിച്ചു, എന്താണ് റസൂലെ കുത്തുബയിൽ 3 പ്രാവശ്യം ആമീൻ എന്ന് പറഞ്ഞത്? അപ്പോൾ റസൂലുള്ള പറഞ്ഞു, എൻ്റെ അടുത്ത് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പ്രാർത്ഥിച്ചു. എന്തായിരുന്നു ആ പ്രാർത്ഥനകൾ? ആദ്യത്തേത്, ഒരു മനുഷ്യന് ഒരു വയസ്സായ ഉമ്മയും ഉപ്പയും ലഭിച്ചിട്ട് അവന് സ്വർഗം ലഭിച്ചില്ലെങ്കിൽ അവന് അള്ളാഹുവിന്റെ ശാപം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ അതിന് ആമീൻ പറഞ്ഞു. അതായത് വയസ്സായ ഉമ്മയും ഉപ്പയും വീട്ടിലുണ്ടായിരിക്കെ അദ്ദേഹത്തിനെ കൊണ്ടുപോയി വൃദ്ധാശ്രമത്തിൽ കൊണ്ടുപോകാതെ അദ്ദേഹത്തിനെ ഉപദ്രവിക്കാതെ പരിചയപ്പെടുത്തിയ ആൾക്കാർക്ക് സ്വർഗമുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും ചെയ്യാതെ അങ്ങനെ ബുദ്ധിമുട്ടാക്കി വൃദ്ധാശ്രമത്തിലേക്ക് കൊണ്ടവർക്ക് അതിന്റെ അർത്ഥം അങ്ങനെയാണ്, അള്ളാഹിന് ശാപം ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ റസൂലുള്ള ആമീൻ പറഞ്ഞതാണ്. അത്രയും ഗൗരവമുള്ള വിഷയമാണ്. രണ്ടാമത്തേത്, ഒരാൾക്ക് റമദാൻ കിട്ടിയിട്ടും അതിനെ ഉപയോഗപ്പെടുത്താതെ അവന് പാപങ്ങൾ പൊറപ്പിക്കാൻ കഴിയാതെ ഒരാൾ മരിച്ചാൽ അവനും സർവനാശം ഉണ്ടാകട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചപ്പോൾ അതിനും ആമീൻ പറഞ്ഞു. സർവനാശം ഉണ്ടാകട്ടെ എന്ന് നമ്മൾക്കെതിരെ റസൂലുള്ള ആമീൻ പറയണമെങ്കിൽ അത്രയും ഗൗരവമാണ്. റമദാൻ മാസത്തിന് നിസ്സാരമായി കാണരുത്. പാപങ്ങൾ പൊറപ്പിക്കാനുള്ള ഒരു റമദാൻ വരുമ്പോൾ നിസ്കരിക്കാൻ പള്ളിക്കും ജമാഅത്തിനും പോകുന്നില്ല, ഖുർആൻ ഓതുന്നില്ല, തറാവി നിസ്കരിക്കുന്നില്ല, അതേ പഴയതുപോലെ ഇങ്ങനെ ജീവിക്കുക, TV ടിക്ടോക്കും അതും റീൽസും ഇങ്ങനെ ഇരുന്നാലും നമ്മൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. നമുക്ക് ഇത്ര അവസരം അല്ലാഹ് തന്നിട്ട് ഒരുപാട് ആൾക്കാർ മരണപ്പെട്ട് റമദാൻ കിട്ടിയിട്ടും നിനക്ക് നന്നാവാനുണ്ടെങ്കിൽ ഇനി ഒരു അവസരം അള്ളാഹ് തരില്ല. ചിലപ്പോൾ ഇത് അവസാനത്തെ റമദാനായിരിക്കും. ശാപം കിട്ടാതെ നോക്കുക. 3ാമത്തെ ആമീൻ എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പേര് കേൾക്കുമ്പോൾ നിങ്ങളിപ്പോൾ മനസ്സിൽ അല്ലെങ്കിൽ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ടാവും അല്ലെ, ചെല്ലാത്ത ആൾക്കാർക്ക് എന്ത് അള്ളാഹുവിന്റെ സർവനാശം ഉണ്ടാവട്ടെ എന്ന് പറയുമ്പോൾ ആമീൻ റസൂലുള്ളാഹി പറഞ്ഞു. സ്വലാത്ത് കേൾക്കുമ്പോൾ റസൂലുള്ളാഹിന്റെ പേര് കേൾക്കുമ്പോൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കണം. അത് ഭയങ്കര ഒരു വിഷയമാണ്. അപ്പോൾ ഈ 3 കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ അതിൽ റമദാന് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മളെ മരണപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അന്നത്തെ രാത്രി എല്ലാ രാത്രിയിലും ഒരു ഉത്തരം കിട്ടുന്ന ഒരു പ്രാർത്ഥന എന്തായാലും റമദാന്റെ എല്ലാ രാത്രികളിലും ഉണ്ട് എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ രാത്രികളിലും നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പ്രാർത്ഥിക്കുക. അതുപോലെ തഹജ്ജുദിനെ അത്താഴം കാണിക്കുമ്പോൾ തഹജ്ജുദിന്റെ സമയമാണ് അവിടെ ഇരുന്ന് ഒരു
പ്രാർത്ഥിക്കാൻ നിസ്കരിച്ചിട്ട് അവിടെയും പ്രാർത്ഥിക്കുക. അങ്ങ് നോമ്പ് തുറക്കുന്ന സമയത്തുള്ള പ്രാർത്ഥന, അങ്ങനെ ഒരുപാട് ഖുർആന്റെ മാസമാണ്. ഖുർആൻ ഇറക്കപ്പെട്ട മാസമായത് കൊണ്ടാണ് റമളാനിന് ഇത്ര വിശേഷത വരുന്നത്. അല്ലെങ്കിൽ ലൈലത്തുൽ ഖദറിന്റെ രാത്രിയാണ് ഖുർആൻ ഇറക്കപ്പെട്ടത്. അപ്പൊ ഖുർആന്റെ മാസമായതുകൊണ്ട് ഖുർആൻ എത്ര ഖത്തം നിങ്ങൾക്ക് എത്ര ഓതാൻ കഴിയുന്ന അത്ര ഓതാ. അതിനേക്കാളും ഒരു അർത്ഥം സഹിതം നമ്മൾ പഠിക്കണം. എന്തെങ്കിലും ഒരു സൂറത്തിന്റെ അർത്ഥം നമ്മൾ ഈ റമളാൻ തീരുന്നതിന് മുമ്പ് പഠിച്ചിരിക്കണം. ഇൻഷാ അല്ലാഹ് ഞാനും അതിനെക്കുറിച്ച് ക്ലാസ് ഖുർആനെ കുറിച്ച് എടുക്കണം. ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവർക്കും റമളാൻ എത്തിക്കട്ടെ. റമളാനിൽ 30 നോമ്പ് നോക്കാനും ലൈലത്തുൽ ഖദറിനെ ഹയാത്താക്കാനും എല്ലാത്തിനും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീക്ക് നൽകട്ടെ. മരണപ്പെട്ടു പോയ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി നമ്മുടെ കുടുംബക്കാരിൽ നിന്ന് മരണപ്പെട്ടവർക്കും അള്ളാഹു ആ ഒരു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിങ്ങളുടെ ദുആയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും എല്ലാവർക്കും വേണ്ടി ഉൾപ്പെടുത്തുക. അസ്സലാമു അലൈക്കും.